അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 25 വ്യാഴാഴ്ച. ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഏവർക്കും ഡെയിലി ന്യൂസിന്റെ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് പ്രമാണിച്ച് ഇന്ന് ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകൾ ഉണ്ടായിരിക്കുന്നതല്ല. കേരളത്തിൽ പുതിയ വ്യക്തിഗത രേഖ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ പരിഹരിക്കാനാണ് ഈ നീക്കമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഫോട്ടോ പതിപ്പിച്ച നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകാനാണ് തീരുമാനം. ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്ന ആളാണെന്നോ സ്ഥിരതാമസക്കാരനാണെന്നോ ആരുടെ മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തനാക്കുന്ന തരത്തിലുള്ള കാർഡായിരിക്കും ഇത്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടത്തക്ക വിധമുള്ള നിയമ പിൻബലത്തോടുകൂടിയ ആധികാരിക രേഖ ആയിട്ടാകും നേറ്റിവിറ്റി കാർഡ് നൽകുകയെന്നും മുഖ്യമന്ത്രി വിവരിച്ചു. കേരളത്തിൽ പുതിയ വ്യക്തിഗത രേഖ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം അപകടകരമായ വിഘടനവാദ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഭരണഘടന അനുസൃതമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് നടത്തുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തെപ്പറ്റി തെറ്റിദ്ധാരണയും ഭയവും പരത്തുന്ന മുഖ്യമന്ത്രി ആ സ്ഥാനത്തിന് യോഗ്യനല്ലെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേക തിരിച്ചറിയൽ രേഖ നൽകാനുള്ള നീക്കത്തെ നിയമപരമായി പ്രതിരോധിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കരോൾ സംഘങ്ങളെ ആക്രമിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ദേശത്ത് വർദ്ധിച്ചു വരികയാണെന്നും രാജ്യത്തും ലോകത്തും ഇത്തരം അക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നും ക്ലിമീസ് കത്തോലിക്ക ബാവ. ഭ്രാന്ത് കൊണ്ട് വെറുപ്പുണ്ടാക്കുന്നവരെ എന്താണ് പറയേണ്ടതെന്നും അവരുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാമെന്നും ഭയമില്ലാത്ത സന്തോഷത്തിന്റെ നല്ല അനുഭവത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാമെന്നും ക്ലിമിസ് ബാവ പറഞ്ഞു. ക്രിസ്മസ് ആഘോഷങ്ങളെ കടന്നാക്രമിക്കുന്നതിന് പിന്നിൽ സംഘപരിവാർ ശക്തികളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തരേന്ത്യയിലും പാലക്കാടും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുണ്ടായ അക്രമത്തിനെതിരെയാണ് കടുത്ത പ്രതിഷേധമുയരുന്നത്. കേരളത്തിൽ ഇത്തരം ശക്തികൾ തലപൊക്കുന്നത് അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ചില സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം റദ്ദാക്കിയതിനെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. രാജ്യത്ത് ക്രിസ്മസ് കരോളിനെ പോലും വർഗീയവൽക്കരിച്ച് കടന്നാക്രമണങ്ങൾ നടക്കുകയാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അത് കേരളത്തിലേക്കും വ്യാപിക്കുകയാണ്. മതനിരപേക്ഷ ആഘോഷങ്ങളിൽ പങ്കുചേരുകയെന്ന കടമയാണ് CPM നിർവഹിക്കുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേരളത്തോട് കേന്ദ്രം മനഃപൂർവമായ അവഗണന കാണിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മൂലധന ചെലവിനായി കേരളം നടത്തുന്ന ഉദ്യമങ്ങളെ തുരങ്കം വയ്ക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷമായി കണ്ടുവരുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനമാണ് കിഫ്ബി വായ്പകളെ സംസ്ഥാന വായ്പയായി പരിഗണിച്ചുകൊണ്ട് 2021-22 മുതൽ മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിന്റെ കമ്പോള വായ്പാ പരിധി വെട്ടിക്കുറച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് ലഭിക്കാനുള്ള 17,000 കോടി കേന്ദ്രം വെട്ടിക്കുറച്ചെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളത്തെ മാത്രം ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്നും ഇങ്ങനെ ശ്വാസം മുട്ടിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ചെയ്ത പാതകമെന്തെന്നും ദില്ലിയിലെത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട ബാലഗോപാൽ ചോദിച്ചു. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച നടപടിയിൽ പുനഃപരിശോധന വേണമെന്ന് കേന്ദ്ര ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായും ബാലഗോപാൽ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിച്ചതല്ലെന്നും തിരുത്തൽ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളാപ്പള്ളി നടേശൻ കാറിൽ കയറിയത് മഹാ അപരാധമായി ചിലർ ചിത്രീകരിക്കുന്നുവെന്നും പമ്പയിൽ പരിപാടി നടക്കുമ്പോൾ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് അപരാധമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളെ തള്ളാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മോഹമുയരുന്നിതാ ഏഴഴക
ചൂടിയൻ സ്വപ്നമുണരുന്നിതാ എന്റെ ആശകൾ പൂക്കുന്നിതാ. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. VC നിയമനത്തിൽ ഗവർണറുമായി ഒത്തുതീർപ്പുണ്ടായ സാഹചര്യം വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ തന്നെ ഫോണിൽ വിളിച്ച് ചർച്ച വേണമെന്ന് ആവശ്യമുന്നയിച്ചു. സമവായ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഗവർണറാണ്. സർവകലാശാലയിൽ ശാന്തമായ അന്തരീക്ഷം ആഗ്രഹിച്ചാണ് ഇത്തരമൊരു നടപടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒറ്റപ്പാലം ലക്കിടിയിൽ CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ CPM പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ലക്കിടി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് മുൻ അംഗവുമായ അനിൽകുമാർ, CATU തൊഴിലാളി വിജിദാസ്, പ്രിൻസ് എന്നിവരാണ് പിടിയിലായത്. ലക്കിടി തെക്കുംചേറോട് സ്വദേശിയും പാർട്ടി അംഗവുമായ സുരേന്ദ്രൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിലാണ് അറസ്റ്റ്. വിവാദമായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി പാട്ടിൽ പോലീസ് കേസെടുത്തതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസ് സർക്കാരിന്റെ നയമല്ലെന്നും പരാതിയിൽ പോലീസ് കേസെടുത്തത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും പിണറായി പറഞ്ഞു. കേസിന്റെ വഴിക്ക് പോകുമെന്നും സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നയമുണ്ടെന്നും ആ നയം ഇതുപോലുള്ള കാര്യങ്ങളെ കേസുകൊണ്ട് നേരിടുക എന്നതല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൊച്ചി മേയർ തർക്കത്തിന് പിന്നാലെ തൃശൂരിലും മേയർ സ്ഥാനത്തെ ചൊല്ലി തർക്കം. ലാലി ജെയിംസിനും ഡോക്ടർ നിജി ജസ്റ്റിനുമായാണ് തർക്കം ഉടലെടുത്തത്. ലാലി ജെയിംസ് മേയറാവണമെന്ന് ഒരു കൂട്ടം കൗൺസിലർമാർ ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർ നിജി ജസ്റ്റിനായി കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടു. വിഷയം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വോട്ടിനിടാനും സമ്മർദ്ദമുണ്ട്. കൊച്ചി കോർപ്പറേഷനിലെ മുസ്ലിം ലീഗിന്റെ ഡെപ്യൂട്ടി മേയർ അവകാശവാദം തള്ളി എറണാകുളം DCC. KPCCയിൽ നിന്ന് അത്തരം ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ലെന്ന് DCC അധ്യക്ഷൻ അറിയിച്ചു. ഡെപ്യൂട്ടി മേയർ സ്ഥാനം പങ്കിടാൻ ധാരണ ഇല്ലെന്നും വിശദീകരണം. കോർപ്പറേഷനിൽ 1 വർഷം ഡെപ്യൂട്ടി മേയർ പദവി ഉറപ്പാക്കിയതായി ലീഗ് അറിയിച്ചിരുന്നു. ഈ അവകാശവാദങ്ങളാണ് ഇപ്പോൾ എറണാകുളം DCC തള്ളിയിരിക്കുന്നത്. കണ്ണമ്മൂല വാർഡിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട പാറ്റൂർ രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഫേസ്ബുക്കിലൂടെ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. രാധാകൃഷ്ണനുമൊത്തുള്ള ചിത്രവും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമനാരായണന്റെ കുടുംബത്തിന് സർക്കാർ സഹായം പ്രഖ്യാപിച്ചു. 30 ലക്ഷം രൂപ സഹായം നൽകാനാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാമനാരായണനെ കള്ളൻ എന്ന് ആരോപിച്ച് ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശിക്ഷ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് 2ാം പ്രതി മാർട്ടിൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. നടിയെ ആക്രമിച്ച വാഹനത്തിൽ താൻ ഉണ്ടായിരുന്നില്ലെന്നും 1ാം പ്രതിയായ പൾസർ സുനിയുമായി ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന് മാത്രമാണ് തനിക്കെതിരായ കുറ്റമെന്നും മാർട്ടിൻ ഹർജിയിൽ പറയുന്നു. സമാന ആരോപണം ഉണ്ടായ 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടുവെന്നും ദിലീപിനെ വെറുതെ വിട്ട അതേ ആനുകൂല്യം തനിക്കും ലഭിക്കണമെന്നും മാർട്ടിൻ ഹർജിയിൽ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷവും കേരളത്തിൽ CPMഉം കോൺഗ്രസും രാജ്യവിരുദ്ധ മനോഭാവം തുടരുകയാണെന്ന് BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി. തിരുവനന്തപുരത്ത് വിജയിച്ച ഇടത് കൗൺസിലർ അഖില GSനെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജയ്ഹിന്ദ് എന്ന് പറഞ്ഞതുകൊണ്ട് സൈബർ ആക്രമണം നേരിട്ടു. അവർക്ക് മാപ്പ് പറയേണ്ടി വന്നു. ഇത്തരം മാനസികാവസ്ഥയെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും BJP വലിയ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം നേടുമെന്നും അനിൽ ആന്റണി പറഞ്ഞു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff, the ultimate dandruff solution. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാക്കളും ഇന്ന് ഡൽഹിയിലെ ദേവാലയങ്ങൾ സന്ദർശിക്കും. CNI ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലാണ് മോദിയുടെ സന്ദർശനം. രാവിലെ 8:30ക്കുള്ള പ്രാർത്ഥനാ ചടങ്ങ് നടക്കുന്ന സമയത്താണ് മോദി പള്ളിയിലെത്തുക. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ ഒപ്പമുണ്ടാകും. BJP ദേശീയ അധ്യക്ഷൻ ദില്ലിയിലെ ന്യൂദില്ലി ചാപ്ലിനിലെ ക്രിസ്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ ക്രൈസ്തവർക്കൊപ്പം പങ്കെടുക്കും.
ആരവല്ലി മലനിരകളിൽ പുതിയ ഖനനാനുമതി നൽകില്ലെന്ന് കേന്ദ്ര സർക്കാർ. പുതിയ ഖനനാനുമതി നൽകരുതെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അനധികൃത ഖനനം തടയാനും ആരവല്ലി മലനിരകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുമാണ് നിർദ്ദേശം. ഖനനം തടയേണ്ട പുതിയ മേഖലകൾ കണ്ടെത്താൻ ICFREക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്രം അറിയിച്ചു. നിലവിലെ ഖനന പ്രവർത്തനങ്ങൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയതായും കേന്ദ്രം അറിയിച്ചു. അയോധ്യയിൽ കർണാടക ശൈലിയിലുള്ള രാമവിഗ്രഹം സ്ഥാപിക്കാനൊരുങ്ങുന്നു. ഡിസംബർ 29 സന്ത് തുളസീദാസ് ക്ഷേത്രത്തിനടുത്തുള്ള സ്ഥലത്ത് അങ്കത്തിലയുടെ ദിശയിലാണ് വിഗ്രഹം സ്ഥാപിക്കുക. ഉന്നാവ് പീഡനക്കേസ് പ്രതിയായ BJP മുൻ MLA കുൽദീപ് സിംഗ് സെൻഗറിനെ വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം കഠിന തടവ് ദില്ലി ഹൈക്കോടതി മരവിപ്പിച്ചതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അതിജീവിതയുടെ മാതാവ്. സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും അതിജീവിതയുടെ മാതാവ് വ്യക്തമാക്കി. ഹൈക്കോടതി നടപടിക്കെതിരെ കഴിഞ്ഞ ദിവസം രാത്രി ഇന്ത്യ ഗേറ്റിന് സമീപം കൊടും തണുപ്പിലാണ് അതിജീവിത പ്രതിഷേധം നടത്തിയത്. ഉന്നാവ് പീഡനക്കേസ് പ്രതിയുടെ ജീവപര്യന്തം കഠിന തടവ് ദില്ലി ഹൈക്കോടതി മരവിപ്പിച്ചതിലും അതിജീവിതയ്ക്കും മാതാവിനും നേരെയുണ്ടായ അതിക്രമത്തിലും അതിരൂക്ഷ വിമർശനമുയർത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇതാണോ അതിജീവിത അർഹിക്കുന്ന നീതി? നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയതാണോ അവൾ ചെയ്ത തെറ്റ് എന്നാണ് അതിജീവിതയെയും മാതാവിനെയും കണ്ടത് ശേഷം രാഹുൽ ഗാന്ധി എക്സിൽ പോസ്റ്റ് ചെയ്തത്. അതിജീവിത ഭയത്തിലും പീഡനത്തിലും കഴിയുമ്പോൾ കോടതികളിൽ നിന്നുള്ള ഇത്തരം നടപടികൾ നിരാശാജനകവും ലജ്ജാകരവുമാണെന്നും അദ്ദേഹം വിമർശിച്ചു. രാജ്യതലസ്ഥാനത്തെ വായുമലിനീകരണ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി ഡൽഹി ഹൈക്കോടതി. നഗരത്തിലെ വായു ഗുണനിലവാര സൂചിക വളരെ മോശം മുതൽ ഗുരുതരം വരെ രേഖപ്പെടുത്തുന്ന ഗുരുതരമായ പൊതുജനാരോഗ്യ പ്രതിസന്ധിക്കിടെ എയർ പ്യൂരിഫയറുകൾക്ക് മേൽ 18% GST ഈടാക്കുന്നതിനെ കോടതി ചോദ്യം ചെയ്തു. ഇവയുടെ നികുതി എന്തുകൊണ്ട് ഉടൻ കുറയ്ക്കാനാകില്ലെന്ന് അടിയന്തരമായി വിശദീകരിക്കാനും കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. നൈജീരിയയുടെ വടക്കു കിഴക്കൻ നഗരമായ മൈഡുഗുരിയിലെ മുസ്ലിം പള്ളിയിൽ നടന്ന സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. മൈഡുഗുരിയിലെ ഗാംബോറു മാർക്കറ്റിന് സമീപമുള്ള മുസ്ലിം പള്ളിയിലാണ് ഇന്നലെ വൈകുന്നേരം സ്ഫോടനം നടന്നത്. സന്ധ്യ നിസ്കാരത്തിനായി വിശ്വാസികൾ മസ്ജിദിലെത്തിയ സമയത്തായിരുന്നു സംഭവം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക T20 പരമ്പരയ്ക്കായി തിരുവനന്തപുരത്തെത്തിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം. തലസ്ഥാന നഗരിയിൽ ആദ്യ രാജ്യാന്തര വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിനായി പ്രത്യേക വിമാനത്തിലാണ് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും താരങ്ങൾ എത്തിയത്. ഡിസംബർ 26, 28, 30 തീയതികളിൽ കാര്യവട്ടം സ്പോർട്സ് ഹബ് ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. വിശാഖപട്ടണത്തിൽ നടന്ന ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യക്കായിരുന്നു വിജയം. ഒരു മത്സരം കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.